ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपद्मकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മൾ വായിക്കുന്നത് മുകുന്ദമാല സ്തോത്രം 15 അല്ലേ? 15 അല്ലേ? 15. അതെ പ്രഭു. ഹേ ലോകാ ശൃണുത പ്രസൂതി മരണ വ്യാധേ ചികിത്സാമി മാം യോഗജ്ഞ സമുദാഹരന്തി മുനയോ യം യജ്ഞാവൽക്യായത അന്തർജ്യോതിരമേയമേകമമൃതം കൃഷ്ണാഖ്യമാപീയതാം തത്പീതാം പരമൗഷധം വിതനുതേ നിർവാണമത്യന്തികം. യെസ് നിഷ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹേ ലോകാ ശൃണ്വത പ്രസൂതി മരണ വ്യാധേഷ്ടികാത് സാമിമാം യോഗജ്ഞാ സമുദാഹരന്തി മുനയോ യാം യാജ്ഞവൽക്യാദയാ അന്തർജ്യോതിരമേയമേകമമൃതം കൃഷ്ണാഖ്യമാപീയതാം തത്പീതം പരമൗഷധം വിതുനുതേ നിർവാണമാത്യന്തികം. ഹരേ കൃഷ്ണ പ്രഭുജി. Very good. Hope people please hear of this treatment for the disease of birth and death. It's a name of Krishna recommended by Yajnavalkya and other expert yogis. Steeped in wisdom, this boundless eternal inner light is the best medicine. For when drunk, it bestows complete and final liberation. Just drink it. അപ്പോൾ ഔഷധം ഈ ഭവസാഗരത്തിലെ ഈ ജന്മമൃത്യു ജരാവ്യാധി അതിനുള്ള ട്രീറ്റ്മെന്റ്, അതിൻ്റെ ശുശ്രൂഷ എന്താണെന്ന് പറയാണ്. അതിൻ്റെ ഔഷധമാണ് കൃഷ്ണ എന്നുള്ള പേര്, കൃഷ്ണനാമം. ഇതാരാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? യജ്ഞവൽക്യ എന്നുള്ള സേജ്, അതേപോലെ മറ്റുള്ള സേജസ് യോഗിവര്യന്മാര്. അവര് സ്റ്റീപ്ഡ് ഇൻ വിസ്ഡം, ദിസ് ബൗണ്ട്ലെസ് എറ്റേണൽ ഇന്നർ ലൈറ്റ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. നമ്മളുടെ ഭവസാഗരത്തിലെ ജന്മമൃത്യു ജരാവ്യാധിക്കുള്ള ഒരേ ഒരു ഔഷധി, ഒറ്റമൂലി, കൃഷ്ണ എന്നുള്ള ആ ഒരു നാമം, ഭഗവാന്റെ നാമം, ദിവ്യനാമം. ആ നാമം ജപിച്ചാൽ നമ്മളുടെ ഈ എല്ലാ അസുഖങ്ങളും മാറി കിട്ടും. ഭൗതിക തലത്തിലുള്ള അസുഖങ്ങളല്ല, ആധ്യാത്മിക തലത്തിലുള്ള. ആധ്യാത്മിക തലത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ജന്മമൃത്യു ജരാവ്യാധിയിൽ കൂടെ കടന്നു പോവാണ്. അപ്പോൾ നമുക്ക് മോക്ഷം കിട്ടും, നമ്മളൊരു ഭക്തനായിട്ട് തീരണം. അപ്പോൾ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വരണം അല്ലേ? ഈ ഫുൾ സ്റ്റോപ്പ് വരണമെങ്കിൽ നമ്മൾ ഇന്ദ്രിയ ഭോഗത്തിൽ നിന്നും മുക്തി നേടണം. അപ്പോൾ ഇന്ദ്രിയ ഭോഗത്തിൽ നിന്ന് മുക്തി നേടി ആധ്യാത്മിക തലത്തിലേക്ക് നമ്മൾ വളരുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും കൃഷ്ണനാമം മാത്രമേ നമ്മുടെ അത് ഒരേ ഒരു ഔഷധമേ ഉള്ളൂ, ഒരൊറ്റ മൂല്യമാണത്. ഏതൊരു ഭൗതിക തലത്തിലുള്ള ഇങ്ങനത്തെ അസുഖങ്ങൾക്കും ആധ്യാത്മിക തലത്തിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു ഒറ്റമൂലിയാണ് കൃഷ്ണനാമം. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലം നാസ്തിയേവ 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 ഗതിരന്യത. ഹരിനാമമല്ലാതെ ഹരിനാമമല്ലാതെ വേറെ ഒരു വഴിയില്ല, വേറെ ഒരു വഴിയുമില്ല, വേറെ ഒരു വഴിയുമില്ല. 3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു ബൃഹദ് പുരാണം. അപ്പോൾ നമ്മളെ ഈ ജന്മമൃത്യു ജരാവ്യാധി എന്ന് കരകയറ്റാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു ഒറ്റമൂലി ഔഷധമാണ് കൃഷ്ണനാമം എന്നാണ് പറയുന്നത്. ഇത് വളരെ എക്സ്പേർട്ടായിട്ടുള്ള യോഗീസ്, യജ്ഞവൽക്ക തുടങ്ങിയ യോഗിവര്യന്മാർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിനാണ് എന്നാണ് പറയുന്നത്. സോ ജസ്റ്റ് ഡ്രിങ്ക് ഇറ്റ്. പിബത ഭാഗവതം രസമാലയം, അല്ലെ? പിബതം, ജസ്റ്റ് ഡ്രിങ്ക് ഇറ്റ്, റിലീഷ് ഇറ്റ്. ഇപ്പൊ ഇതിൽ കിട്ടുന്ന ആ ആസ്വാദനം മറ്റ് ഭൗതിക തലത്തിലുള്ള പാനീയങ്ങൾക്ക് ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ എത്ര വലിയ നല്ല ജ്യൂസ് ഉണ്ടാക്കി, മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാലും ശരി, എത്ര വേറെ ജ്യൂസുകൾ ഉണ്ടാക്കി കുടിച്ചാലും ശരി, ഭാഗവതത്തിന്റെ ആ രസം, ഭാഗവതം നമ്മളുടെ ചെവികളിൽ കൂടെ നമ്മൾ കുടിക്കുന്ന ആ രസം ഒന്നിനുണ്ടായിരിക്കില്ല. അതാണ് ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് കുലശേഖർ ആൾവാർ. Devotees are always pleased to hear bona fide verses proclaiming the glories of the Lord's holy name. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. Devotees are always pleased to hear bona fide verses proclaiming the glories of the Lord's holy name. അപ്പോൾ ഇത് ബോണഫൈഡ് വേഴ്സസ് എന്ന് പറഞ്ഞാൽ വളരെ ഓത്തന്റിക് ആയിട്ടുള്ള വേഴ്സസ്. പല ആൾക്കാരും ഭഗവാനെ പറ്റി എഴുതിയിട്ടുണ്ടാവും, കൃതികൾ രചിച്ചിട്ടുണ്ടാവും, കവിതകൾ രചിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? പക്ഷേ അവർ ഭക്തന്മാരല്ലെങ്കിൽ, അവർ വൈഷ്ണവന്മാരല്ലെങ്കിൽ അവരുടെ നമ്മൾ എത്ര ചൊല്ലിയിട്ടും കാര്യമില്ല. കാരണം അവരുടെ ആ ഒരു ആ ഒരു ഇമാജിനേഷൻ അതിൽ റിഫ്ലക്റ്റ് ചെയ്യുക. ഒരു ഭൗതികവാദിയാണെങ്കിൽ എത്ര നല്ല വലിയ ലിറ്റററി പേഴ്സണാലിറ്റി ആയാലും കൂടി ശരി, അവരെല്ലാം അവരുടെ ചിന്താഗതി, അവരുടെ എന്താണ് പറയുക, അവരുടെ ബുദ്ധിയാണ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ഭക്തൻ അതിൻ്റെ കോമ്പോസിഷൻ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും കൂടിയിട്ട് ആ ഭക്തന്റെ ഭക്തി കാരണം നമ്മളത് റിസൈറ്റ് ചെയ്യുമ്പോൾ, ആ കൃതി നമ്മൾ ഏറ്റു ചൊല്ലുമ്പോൾ ഭഗവാന് പ്രീതിയോടും നമ്മളുടെ പ്യൂരിഫിക്കേഷൻ നടക്കും. അപ്പോൾ ഒരു ഭക്തന്റെ കൃതിയും, അതാണ് ഇവിടെ പറയുന്നത്, പ്രത്യേകം എടുത്ത് പറയുന്നത് ബോണഫൈഡ് വേഴ്സസ്, ഓത്തന്റിക് സോഴ്സ് എന്നായിരിക്കണം. ഒരു ഭക്തനായിരിക്കണം ഈ കൃതിയുടെ രചയിതാവ്. ഇപ്പോൾ ഫിലിം സോങ്സ് ഉണ്ടായിരിക്കും ഒരുപാട് ഭഗവാനെ പറ്റിയിട്ട്. ആരാണ് ഇതൊക്കെ ലിറിക്സ് എഴുതുന്നത്? പ്യൂർലി ഓൺ കമേഴ്സ്യൽ ബേസിസ്, പൈസയ്ക്ക് വേണ്ടി മാത്രം, അല്ലാണ്ട് ഭഗവാനെ ഗ്ലോറിഫിക്കേഷൻ വേണ്ടിയല്ല, ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടില്ല, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. അവരുടെ മോട്ടോ, അവരുടെ ഇന്റൻഷൻ എന്താണ്? എങ്ങനെയെങ്കിലും ഈ പാട്ട് ഫേമസ് ആയിട്ട് നമുക്ക് 4 തൊട്ട് കയ്യിൽ വരണം. ഭഗവാനോട് ഇഷ്ടം ഉണ്ടായിട്ടാണോ? അല്ല. ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ അബുദാബിയിലുള്ള സമയത്ത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു മംഗളാരതി. അന്ന് ജയ അദ്വൈത സ്വാമി മഹാരാജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ മംഗളാരതിക്ക്. സാധാരണ ജയദത്ത് സ്വാമി മഹാരാജ് പറഞ്ഞാലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. പ്രഭുപാദം എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അതിലപ്പുറത്ത് ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അപ്പൊ ഞങ്ങളുടെ മംഗളാരതി സമയത്ത് എല്ലാം കഴിഞ്ഞ് ജയരാധ മാധവ് ജയ മാധവ്, ജയ രാധ മാധവ്, രാധ മാധവ്, ജയരാധേ, ജയരാധ ഗോവിന്ദ്, അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യും. പിന്നെ പഞ്ചതത്വ, തുളസി മഹാറാണി. അപ്പൊ മഹാരാജിന് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ എനിക്കറിയില്ല എന്താ സംഗതി എന്ന്. മറ്റു റൂമിലേക്ക് പോയി. അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് മഹാരാജന്റെ അടുത്ത് പോയി എന്താ സംഗതി അറിയാൻ വേണ്ടേ. മഹാരാജിന് ദേഷ്യം വന്നിരിക്കുകയാണ്. കാരണം ഇതൊന്നും നമ്മളുടെ മംഗളാരതി ഫോർമാറ്റിലില്ല. പ്രഭുപാദം ഇതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. നിങ്ങൾ എവിടുന്നാണ് ഈ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക, നിർത്തുക. ബാക്കിയൊന്നും പ്രഭുപാദം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മഹാരാജാക്കന്മാര് വരുന്ന സമയത്ത് നമുക്കത് ഒരു ശീലമായി.
പല സ്ഥലത്തും ഇപ്പോഴും നടക്കുന്നില്ല എല്ലാവരും. പക്ഷെ മഹാരാജ് ഒരു സ്ട്രിക്റ്റ് ആണ്. പ്രഭുപാദ് എന്താണ് ആ മംഗളാരത്തിക്കുള്ള ഫോർമാറ്റ് വെച്ചാൽ അത് പ്രകാരം പോകുള്ളൂ. എല്ലാ ടെമ്പിളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലും നടക്കുന്നുണ്ട്, തെറ്റൊന്നല്ല. എങ്കിലും കൂടി ആ ഫോർമാറ്റില് നമ്മുടെ ഇഷ്ടപ്രകാരം ചേഞ്ച് വരുത്തി എന്നുള്ള ഇതില് മഹാരാജ് പറഞ്ഞത് ശരിയാണ്. നമ്മൾ എന്തിനാ അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മള് പല ഡീവിയേഷനും സംഭവിക്കും, ഡൈല്യൂഷൻ സംഭവിക്കും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് മഹാരാജ് പറഞ്ഞത്. പിന്നെ മഹാരാജ് പറഞ്ഞു, ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് മംഗളാരത്തി കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ മഹാരാജ് പറഞ്ഞു, നമ്മൾ വൈഷ്ണവ സോങ്സ് മാത്രമേ ചൊല്ലാൻ പാടും. ഒരുപാട് ഫിലിം സോങ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം ഡിവോഷണൽ സോങ്സ് ആയിരിക്കും. ഒരുപാട് ഭൗതിക തലത്തിലുള്ള ആൾക്കാർ രചിച്ചിട്ടുള്ള സോങ്സ് ഉണ്ടായി. അതുകൊണ്ടൊന്നും നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ആണ്. അവരൊന്നും ഭക്തന്മാരല്ല. അപ്പൊ അവരുടെ ആ കൃതി നമ്മൾ ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് ഇംപെർഫെക്റ്റ്ലി ഇത് ചെയ്തില്ല, കമ്പോസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ വൈഷ്ണവന്മാർ ഇംപെർഫെക്റ്റ്ലി ആവും കമ്പോസ് ചെയ്യും, പക്ഷെ അവരുടെ ഭക്തി അതിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് കാരണം നമ്മളുടെ പ്യൂരിഫിക്കേഷൻ സംഭവിക്കും. മറ്റത് കമേഴ്ഷ്യലി അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം വൈഷ്ണവ കൃതികള്, വൈഷ്ണവ ഡിവോഷണൽ പ്രേയേഴ്സ് അത് എപ്പോഴും ചെയ്യുക. അതിൽ നിറഞ്ഞിരിക്കുന്ന ഭക്തി, അതിൽ നിറഞ്ഞിരിക്കുന്ന തത്വ സിദ്ധാന്തങ്ങള് അത് വളരെ വളരെ ഇന്റൻസിറ്റി ഉള്ളതാണ്. അപ്പൊ അത് നമ്മൾ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ പ്ലീസ് ചെയ്യും. അത് മാത്രമല്ല നമ്മളുടെ പ്യൂരിഫിക്കേഷൻ നടക്കും. അപ്പൊ അതുകൊണ്ടാണ് പർപ്പോട്ടില് വളരെ ക്ലിയർ ആയിട്ട് എഴുതുന്നത്, ഡിവോട്ടീസ് ആർ ഓൾവേസ് പ്ലീസ് ടു ഹിയർ ബോണഫൈഡ് വേഴ്സസ്. ഓത്തന്റിക് ആയിരിക്കണം. പ്രൊക്ലൈമിങ് ദ ഗ്ലോറീസ് ഓഫ് ദ ലോർഡ്സ് ഹോളി നെയിം. പിന്നെ ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. നമ്മൾ പല തവണയും പറയാറുണ്ട്, ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്നുണ്ട്. ഈ ഭാഗവത സപ്താഹമൊക്കെ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. അതിന്റെ ഇത് പോയി, കംപ്ലീറ്റ് നമ്മളുടെ ആ ലക്ഷ്യം പോയി. ഭാഗവത സപ്താഹം പരീക്ഷിത് മഹാരാജൻ, സുഖദേവ് ഗോസ്വാമി അവിടെ ഓക്കെ 1 lakh rupees 2 lakh rupees ഒന്നും ചാർജ് ചെയ്തില്ല. ഇവിടെ വരുന്നതിന്റെ പറയും, എനിക്ക് 50,000 rupees വേണം, എനിക്ക് ഇത്ര ഫെസിലിറ്റീസ് വേണം, എന്നാലും വന്നിട്ട് ഞാൻ 7 ദിവസം താമസിച്ചിട്ട് ചെയ്യുള്ളൂ. ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും, എല്ലാവരും കാര്യമല്ല പറയുന്നത്, പല ആൾക്കാരും. അപ്പൊ അതുകൊണ്ടൊന്നും അവിടെ എഫക്റ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് എത്ര ഭാഗവത സപ്താഹം കേട്ടിട്ടും ആൾക്കാർ പ്യൂരിഫിക്കേഷൻ സംഭവിക്കാതെ. ആൾക്കാർക്ക് എന്തുകൊണ്ട് പ്യൂരിഫിക്കേഷൻ സംഭവിക്കില്ല? അവർ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കുന്നതായിരിക്കും, എത്ര കണ്ട് ചോദിച്ചാലും. മദ്യം കഴിക്കുന്ന ആൾക്ക് മദ്യം കഴിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാത്തത്? ഒരു ശുദ്ധ ഭക്തന്റെ മുഖാരമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വാക്ക് കേട്ടാൽ മതി ശുദ്ധ ഭക്തന്റെ, നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും. മറ്റത് വർഷാവർഷം നമ്മൾ ഈ ഭാഗവത സപ്താഹത്തിന് പോകുന്നുണ്ട്, ആ ഭാഗവത സപ്താഹം ചെയ്യുന്ന ആളെ ഭക്തനല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. കുറച്ച് സ്റ്റോറീസും അവിടെ ഇവിടെയൊക്കെ മനസ്സിലാക്കാന്നല്ലാണ്ട് നമുക്കൊരു ചേഞ്ച് വരില്ല. അതാണ് ഇവിടെ പറയുന്നത്, we like to be reminded and encouraged to always chant and hear the holy names with great attention and devotion. അതാണ് നമ്മളുടെ ഔഷധം. ഓക്കെ, ഈ ഭവസാഗരത്തില് നമ്മൾ ജന്മമൃത്യു ജരാവ്യാധി കൂടെ പലതവണയുമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടുന്ന, മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരേ ഒരു ഔഷധമേ ഉള്ളൂ. അതായത് ആൾവേസ് ചാന്റ് ആൻഡ് ഹിയർ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, the holy names with great attention and devotion. വളരെ ഭക്തിയോട് കൂടിയിട്ട് നമ്മുടെ ഇത് ഉച്ചരിക്കണം എന്നാണ് പറയുന്നത്. So as a pure devotee of Lord Krishna, King Kulashekara naturally worships the holy names of the Lord. Here he compares them to a medicine for curing the disease of samsara. എന്താണ് സംസാര സാഗരത്തില് കടന്നിട്ട് നമ്മള് ആ ജന്മ മൃത്യു ജരാവ്യാധിയിൽ കൂടെ കടന്നു പോകണം. സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. സംസാരദാവാ നലലിതലോക പ്രണയ കാരുണ്യ ഘണഘണാത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാനവസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. അപ്പൊ ഈ സംസാര സാഗരത്തിൽ നമുക്ക് കര കയറുന്നുണ്ടെങ്കിൽ ഒരു ശുദ്ധ ഭക്തന്റെ ആ ഒരു ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് ഈ ഭവസാഗരം, ഭവം എന്ന് പറഞ്ഞ ചേഞ്ചിങ്, ജന്മ മൃത്യു ജരാവ്യാധി, അതിൽ നിന്ന് നമുക്ക് കരയണമെങ്കിൽ ഈ മെഡിസിൻ കഴിക്കണം. ഈ മെഡിസിനാണ് കൃഷ്ണനാമം. ഓൾ ഡ്രെഡഡ് മാലഡീസ്, സംസാര ഈസ് ദ വേഴ്സ്റ്റ്.
because it includes all the diseases. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളത് എന്നാണ് സംസാരം, ഈ ഭവസാഗരം. അതിലെല്ലാ തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ആസ് ലോങ് ആസ് വി ആർ ബൗണ്ട് ടു ടേക്ക് ബർത്ത് ഇൻ ദ മെറ്റീരിയൽ വേൾഡ്, വി മസ്റ്റ് ഇനവിറ്റബിളി എക്സ്പോസ് അവർ സെൽസ് ടു ക്യാൻസേഴ്സ്, ഹാർട്ട് അറ്റാക്സ്, എയ്ഡ്സ് ആൻഡ് സോ ഓൺ. ഒരുപാട് മാരക രോഗങ്ങൾക്ക് നമ്മൾ വിധേയരാവും ഈ ഭൗതിക ലോകത്തിൽ എത്രത്തോളം കാലം നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് കേൾക്കാത്ത പല അസുഖങ്ങളുണ്ട് അല്ലേ? ഇതിനെല്ലാം നമ്മളിതിൻ്റെ ഇതിൽ ഈ അറ്റാക്കിൽ പെടും. ഒരുപാട് അസുഖങ്ങൾ. All cures within this world are temporary, because even if we are cured of one disease, we will eventually contract another, either in the present life or in the future. അപ്പോൾ ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മുടെ ഒരു അസുഖം ഉണ്ടായിരുന്നത് മാറിയെങ്കിലും ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വരും അല്ലേ? അതിലും മാരകമായിട്ടുള്ള രോഗമായിരിക്കും. അപ്പൊ ഇതിന്ന് നമുക്ക് മുക്തി കിട്ടില്ല. നമുക്ക് ശരീരം ഉള്ളിടത്തോളം കാലം ശരീരത്തിന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കർമ്മഫലത്തിന്റെ അനുസരിച്ച് വന്നും പോയിക്കൊണ്ടേയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അത് നമ്മളെ അറ്റാക്ക് ചെയ്യും. ആസ് വിത്ത് അവർ അറ്റംപ്റ്റ്സ് ഫോർ ഹാപ്പിനെസ്, അവർ അറ്റംപ്റ്റ്സ് ഫോർ ഹെൽത്ത് മസ്റ്റ് ഫെയിൽ സൂണർ ഓർ ലേറ്റർ. അപ്പൊ നമ്മൾ എത്ര തന്നെ സന്തോഷത്തിന് വേണ്ടി പ്രയത്നിച്ചാലും ശരി, ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ എത്ര കാലം അത് നിൽക്കും? മിനിറ്റ് അല്ലെങ്കിൽ മണിക്കൂർ അല്ലെങ്കിൽ ദിവസങ്ങളോളം. അത് കഴിഞ്ഞാൽ വീണ്ടും എന്തായി? ദുഃഖം അല്ലേ? അപ്പൊ ഒരിക്കലും നമ്മൾ പെർമനന്റ് ആയിട്ട് സന്തോഷത്തിലിരിക്കാൻ പറ്റില്ല. ഇൻ പ്രീവിയസ് ഏജസ് ഇൻ ഇന്ത്യ, എ ക്രിമിനൽ വുഡ് സംടൈംസ് be strapped to a chair and immersed in water almost to the point of drowning. Upon being brought up, he felt great relief, only to be plunged under again by his fortunes. മുമ്പത്തെ കാലത്ത് രാജാക്കന്മാര് പാപം ചെയ്ത ആൾക്കാരെ, ക്രിമിനൽസിനെ എങ്ങനെയാണ് പണിഷ് ചെയ്തിരുന്നത്? ചെയറിൽ ഇട്ടിട്ട് കെട്ടിവെക്കും. ആ ചെയറോട് കൂടിയിട്ട് എന്താ പറയുക, നദിയിലോ സമുദ്രത്തിലോ മുക്കും. അപ്പൊ ശ്വാസം മുട്ടുമ്പോൾ പെട്ടെന്ന് അവർ മുകളിലേക്ക് കൊണ്ടുവരും. ഭയങ്കര റിലീഫായിരിക്കും. ഓക്കെ, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും മുക്കും, വീണ്ടും അവർക്ക് ശ്വാസം മുട്ടും, വീണ്ടും മരപ്പൊക്കും. അങ്ങനെ പണിഷ് ചെയ്തിരുന്നെന്ന് പറയുന്നത്. സോ ഓൺലി ടു ബി പ്ലഞ്ച്ഡ് അണ്ടർ അഗെയിൻ ബൈ ടോർച്ചേഴ്സ്. അങ്ങനെയാണ് അവർക്ക് ശിക്ഷ കൊടുത്തിരുന്നത്. സിമിലർലി ദ ടൈംസ് വെൻ വി ആർ പെയിൻ ഫ്രീ ആൻഡ് ഹാപ്പി ആർ ലൈക്ക് ദ ഫ്യൂ സെക്കൻഡ്സ് ഓഫ് റിലീഫ് ദ പ്രിസണർ ഫീൽസ് വെൻ ഈസ് ബ്രോട്ട് അപ്പ് ഫ്രം ദ അണ്ടർ വാട്ടർ. അപ്പൊ അതേപോലെ നമുക്ക് ഈ ആശ്വാസം, ശാന്തി, സമാധാനം എങ്ങനെയാണ്? നമ്മള് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് കൊണ്ട് വരുന്നില്ലേ? അതേപോലെ നമുക്ക് കിട്ടുന്ന ആശ്വാസവും അല്ലെങ്കിൽ സമാധാനവും സന്തോഷവും ഉള്ളൂ. അത്രേ ഉള്ളൂ. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയൽ ലൈഫ് ഈസ് സഫറിംഗ്. ദുഃഖാലയം, അശാശ്വതം. ഈ സംസാര സാഗരം, മെറ്റീരിയൽ വേൾഡ് ഫുൾ ഓഫ് മിസറീസ്, സഫറിങ്. അപ്പൊ അവിടെ നമ്മൾ സന്തോഷം കിട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് കുലശേഖർ ആൾവാറും പറയുന്നത്. Therefore, we should be very eager to receive the medicine that will cure all our diseases. നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറ്റാനല്ല, ഈ മരുന്ന് പെട്ടെന്ന് മേടിക്കണം. ഇതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീലി അവൈലബിൾ ആണ്. മറ്റുള്ളൊക്കെ ഓരോ ഇന്നത്തെ കാലത്ത് ഓരോ മെഡിസിനൊക്കെ ഓരോ ഇഞ്ചക്ഷനൊക്കെ ലക്ഷക്കണക്കിനാണ് വില. നമ്മൾ എന്തെങ്കിലും അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ കൊടുത്താലാണ് നമുക്കൊരു ഇഞ്ചക്ഷൻ കിട്ടുള്ളൂ. ഈ മെഡിസിൻ, ഇത്രയും വലിയ അസുഖം മാറ്റുന്ന ഈ മെഡിസിൻ ഫ്രീലി അവൈലബിൾ ആണ്. പക്ഷെ നമ്മളത് എടുക്കാനോ മേടിക്കാനോ തയ്യാറല്ല. The word nirvana in this verse refers to the permanent cessation of samsara and its attendant miseries. നിർവാണ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അർത്ഥം ആക്കുന്നത്? അതായത് നമ്മൾ ശാശ്വതമായിട്ട് ഈ ഭവസാഗരത്തിൽ നിന്ന് കര കയറിയിട്ട് ഭഗവാന്റെ ധാമിലേക്ക് പോയി ആങ്സൈറ്റി ഇല്ലാത്ത, കുണ്ഠിതമില്ലാത്ത ഒരു തലത്തിൽ ജീവിക്കുക. പെർമനന്റ് സെസേഷൻ. നമ്മുടെ ഇവിടെ ഭൗതിക ലോകത്തില് ടെമ്പററി റിലീഫേ ഉള്ളൂ. തലവേദന വന്നാൽ ഒരു മരുന്ന് കഴിച്ചാൽ ഓക്കെ, അന്നത്തെ തലവേദന മാറി, പിറ്റേ ദിവസം വീണ്ടും വരും. ടെമ്പററിയാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ആങ്സൈറ്റി ഇല്ല. അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ എത്തും. നിർവാണ ഹാസ് ബിക്കം ഫേമസ് ഫ്രം ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിലാണ് ഈ നിർവാണ എന്നുള്ള വാക്ക് തന്നെ മെയിനായിട്ട്
ഫേമസ് ആയിട്ടിരിക്കുന്നത്. ബട്ട് ദ വോയിഡിസ്റ്റിക് ലിബറേഷൻ ദ ബുദ്ധിസ്റ്റ് ടീച്ച് ഈസ് അൺനാച്ചുറൽ ഫോർ ദ ലിവിങ് എനർജി ആൻഡ് ദിസ് ഇസ് ടെമ്പററി. അപ്പോൾ ബുദ്ധൻ പഠിപ്പിച്ചു കൊടുക്കുന്ന നിർവ്വാണം അതും ടെമ്പററി ആണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള നിർവ്വാണമല്ല. നമ്മുടെ നിർവ്വാണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാവസാഗരത്തിൽ നിന്ന് ഫുൾ ഓഫ് മിസറീസ് നിന്ന് നമ്മൾ കരകയറി വൈകുണ്ഠത്തിലേക്ക്, ദുഃഖമില്ലാത്ത ക്ലേശങ്ങളില്ലാത്ത ആ ധാമിലേക്ക് എപ്പോഴും ഭഗവാനെ സ്മരിച്ച് ഭജിച്ച് സേവിച്ച് ജീവിക്കുന്ന ആനന്ദമായിട്ടുള്ള ആ ഒരു തലത്തിനെയാണ് പറയുന്നത്. We can find factual permanent release from pain only in the kind of liberation King Kulashekara refers to here. The liberation of a devotee engaged in eternal service to the Supreme Personality of Godhead. അപ്പോൾ ഇവിടെ ലിബറേഷൻ, അവിടെ മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് കുലശേഖർ ആൾവാർ ഒരു ഭക്തനാണ്. ഭഗവാനെ എപ്പോഴും സേവിക്കുന്ന ആ ഒരു അനുഭവം, എപ്പോഴും സേവിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ എറ്റേണലി ലിബറേറ്റഡ് ആവുന്നത്. When through the process of devotional service we become free of all material desires and attain pure love of God, we will be transferred to the Vaikuntha realm where there are no anxieties or suffering. അപ്പോൾ ഈ ഭക്തിയുഗ മാർഗത്തിലൂടെ, ഭക്തി സേവനത്തിലൂടെ നമ്മൾ എല്ലാ ഭൗതിക തലത്തിലുള്ള ആഗ്രഹം നമ്മൾ മുക്തി നേടി, ഓക്കെ, നമുക്ക് വിരക്തി വന്ന് എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ നിയുക്തമാക്കിയാൽ നമ്മളെ ഓട്ടോമാറ്റിക്കലി ഭഗവാൻ വൈകുണ്ഠധാമത്തിലേക്ക് പോകും. ആ വൈകുണ്ഠം എന്താണ്? ഫ്രീ ഓഫ് ആങ്സൈറ്റീസ്, ഫ്രീ ഓഫ് സഫറിങ്, ഫ്രീ ഓഫ് മിസറീസ്. So at the beginning of the 10th canto of the Srimad Bhagavatam 10.1.4, King Parikshit also uses the word Aushadhi. Okay, Srimad Bhagavatam 10th സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായം 4ാമത്തെ വേഴ്സിലെ പരീക്ഷിത് മഹാരാജും ഈ പ്രത്യേകമായിട്ടുള്ള ഈ പർട്ടിക്കുലർ വാക്ക് ഔഷധി അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്. ടു റിഫർ ടു ദ ചാൻഡിങ് ആൻഡ് ഹിയറിംഗ് ഓഫ് കൃഷ്ണ കഥ. കൃഷ്ണ ഭക്ത നിഷ്കാമ അതേവ ശാന്ത ഭുക്തി മുക്തി സിദ്ധികാമി സകലി അശാന്ത എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. കൃഷ്ണഭക്ത നിഷ്കാമ, കൃഷ്ണഭക്തൻ എന്താണ്? യാതൊരു ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ അവർക്കില്ല. നിഷ്കാമ അതേവ ശാന്ത, എപ്പോഴും അവർക്ക് ശാന്തി ഉണ്ടായിരിക്കും. കാരണം അവർക്ക് ഭൗതിക തലത്തിലുള്ള യാതൊരു ആഗ്രഹങ്ങളും ഇല്ല. കൃഷ്ണന്റെ ഭക്തനാണ്. കൃഷ്ണനാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണന്റെ അനുകമ്പ, അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൃഷ്ണഭക്ത നിഷ്കാമ അതേവ ശാന്ത ഭുക്തി മുക്തി സിദ്ധി കാമി സകലി അശാന്ത. ഭുക്തി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എൻജോയ്മെന്റ്. ഓക്കെ, സിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഷ്ടസിദ്ധികളൊക്കെ ഇല്ലേ, അതായത് ഭൗതിക തലത്തിലുള്ള സിദ്ധികൾ. മുക്തി എന്ന് പറഞ്ഞാൽ ലിബറേഷൻ, അതായത് ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്ന സായുജ്യ മുക്തി. ഇവരെല്ലാം എപ്പോഴും അശാന്തരായിരിക്കും. ഭുക്തി മുക്തി സിദ്ധി കാമി സകലി, എല്ലാവരും അശാന്ത. അവർക്ക് ശാന്തി കിട്ടില്ല. കാരണം അവരിതെല്ലാം മെറ്റീരിയൽ ഡിസൈസ് ആണ്. മെറ്റീരിയൽ ഡിസൈസ് ആർക്കില്ല, അവർക്ക് മാത്രമാണ് ശാന്തിയും സമാധാനവും ആനന്ദം കിട്ടുള്ളൂ. സോ ബിഗിനിങ് ഓഫ് 10th canto ശ്രീമദ് ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാണ്? ചാൻഡിങ് ആൻഡ് ഹിയറിംഗ് ഓഫ് കൃഷ്ണ കഥ. ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ലോർഡ് ആർ ദ റൈറ്റ് മെഡിസിൻ ഫോർ ദ കണ്ടീഷൻ സോൾ അണ്ടർഗോയിങ് റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഡെത്ത്. അപ്പോൾ കൃഷ്ണനാമം, കൃഷ്ണ ഭജന, ഓക്കെ, ഇതെല്ലാം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ഈ റിപ്പീറ്റഡ് സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് നിന്ന് മോചിതരാവും എന്നാണ് പറയുന്നത്. Such descriptions, of course, include the chanting and hearing of the Lord's holy name. അപ്പോൾ പ്രഹ്ലാദ് മഹാരാജ് നമുക്ക് തന്നിരിക്കുന്ന നവവിധ ഭക്തി, അതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. ഈ മൂന്നെണ്ണം അതിൽ ഹിയറിംഗ്, ചാൻറ്റിങ് ആൻഡ് റിമെമ്പറിങ്, ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട. ഇത് മൂന്നും ശരിക്കും ചെയ്താൽ ബാക്കി എല്ലാ അംഗങ്ങളും, എല്ലാ ലിംസും ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ആദ്യത്തെ മൂന്നെണ്ണം ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഇത് മൂന്നും നമ്മൾ ശരിക്കും ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നോളും എന്നാണ് പറയുന്നത്. ആസ് വിത്ത് എനി ബോണഫൈഡ് മെഡിസിൻ, one should take the nectarian portion of the holy name
under the guidance of experts, in the case sages and the spiritual master. അപ്പൊ നമ്മളൊരു മെഡിസിൻ ഒരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും അല്ലേ? അപ്പോൾ അത് രാവിലെ ഇത്ര 2 കഴിക്കണം, ഉച്ചയ്ക്ക് 2 കഴിക്കണം, രാത്രി 2 കഴിക്കണം, അല്ലെങ്കിൽ 1 കഴിക്കണം, അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും. അതിന് രാവിലെയും രാത്രിയും കഴിച്ചാൽ മതി, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം, ഭക്ഷണത്തിന് ശേഷം കഴിക്കണം, പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും. അത് പ്രകാരം നമ്മൾ മെഡിസിൻ എടുക്കുക. അല്ലാണ്ട് മെഡിക്കൽ ഫാർമസിയിൽ പോയിട്ട് എനിക്ക് അവിടെ ഇരിക്കുന്ന എല്ലാ കുപ്പിയിലുള്ള എല്ലാ മരുന്നിൻ്റെയും ഓരോ മരുന്ന് തരും, ഞാൻ നിങ്ങൾ കഴിക്കട്ടെ, നമ്മുടെ അസുഖം മാറുമോ? ഇല്ല. എന്താണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, എങ്ങനെ കഴിക്കാൻ പറയുന്നു, അതനുസരിച്ച് നമ്മൾ കഴിച്ചാൽ നമ്മുടെ അസുഖം മാറുള്ളൂ. അതേപോലെ തന്നെ നമ്മളുടെ ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നമുക്ക് മുക്തി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രോപ്പർ ഗൈഡൻസ് വേണം, എക്സ്പേർട്ട് ഗൈഡൻസ് വേണം. അവ എക്സ്പേർട്ട് ഗൈഡൻസ് ആണ് സേജസ്, ആചാര്യന്മാർ, സ്പിരിച്വൽ മാസ്റ്റർ, ഗുരുജനങ്ങൾ. അവരുടെ ആ എക്സ്പേർട്ട് ഗൈഡൻസിൽ മാത്രമേ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ വിംസിക്കലി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ദ സുപ്രീം ലോർഡ്സ് നെയിംസ് വെരി വിത്ത് ഹിസ് ഡിഫറെൻറ്റ് പാസ്റ്റ് ടൈംസ് ആൻഡ് റിലേഷൻ വിത്ത് ഹിസ് പ്യൂർ ഡിവോട്ടീസ്. അപ്പോൾ ഭഗവാന് പല പല പേരുകളുണ്ട്. ലീലകളുടെ അടിസ്ഥാനത്തിൽ ഏത് ഭക്തന്മാരായിട്ട് എന്ത് ലീലയാണ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പല പേരുകളുണ്ട് അല്ലേ? ഗോപീജനവല്ലഭ, രാധാകൃഷ്ണ, രാധാ മദൻ മോഹന, യശോദനന്ദന, നന്ദനന്ദന, വസുദേവനന്ദന, മാഖൻ ചോർ, ഒരുപാട് ഇതുണ്ട്, ദാമോദര, ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം ഭക്തന്മാരായിട്ടുള്ള ബന്ധം എന്താണ്, ഏത് ലീലയിലെ ലീലകളുടെ പർട്ടിക്കുലർ ലീലകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പേരാണ് ഭഗവാനുള്ളത്. സോ ഹി അപ്പിയർഡ് ആസ് എ സൺ ഓഫ് Mother Yashoda and also as a son of Mother Devaki, and therefore he is named Devaki Nandana and Yashoda Nandana. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തറിയോ, തൻ്റെ ഭക്തന്മാരുടെ പേരിനോട് ചേർത്ത് വിളിക്കുന്നത്. അപ്പൊ നന്ദനന്ദൻ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം, ദാമോദരൻ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം, ആ ലീലയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. യശോദനന്ദൻ വളരെ സന്തോഷം, പരമാത്മാ, അന്തര്യാമി, അങ്ങനെയൊക്കെയുള്ള ഇതില്ലേ, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം സെക്കൻഡറി നെയിംസ് ആണ്. പരമാത്മാ, അന്തര്യാമി, സർവവ്യാപി, ഇതൊക്കെ സെക്കൻഡറി നെയിംസ് ആണ്. പക്ഷേ പ്രൈമറി നെയിംസ്, അതായത് മുഖ്യനാമം എന്താണ്? ഗോപീജനവല്ലഭ, രാധാ മദൻ മോഹന, നന്ദനന്ദന, യശോദനന്ദന, ഇതെല്ലാം മുഖ്യനാമം. മറ്റേത് ഗൗണനാമം, സെക്കൻഡറി നെയിംസ്. സെക്കൻഡറി നെയിംസ് അത്ര ഇഷ്ടമില്ല, കാരണം അതിൽ യാതൊരു റിലേഷനും ഇല്ല, റിലേഷൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മദർ യശോദ ആൻഡ് ആൾസോ ആസ് എ സൺ ഓഫ് മദർ ദേവകി, ആൻഡ് ദെയർഫോർ ഹി ഈസ് നെയിംഡ് ദേവകി നന്ദന ആൻഡ് യശോദ നന്ദന. വൺ ഷുഡ് റിസീവ് ദ ലോർഡ്സ് ഓഥറൈസ്ഡ് നെയിംസ് ഫ്രം ദ സ്പിരിച്വൽ മാസ്റ്റർ ഇൻ ഡിസിപ്ലിൻ സക്സഷൻ. അപ്പോൾ ഭഗവാന്റെ ഓഥറൈസ്ഡ് നെയിംസ് ഒരുപാട് പേരുകളുണ്ട്. ശ്രീമദ് ഭാഗവത്തിൽ ഒരുപാട് പേരുകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ ലീലകളെയും ഭഗവാന്റെ ഭക്തന്മാരെയും ബന്ധിപ്പിച്ചിട്ടുള്ള പേരുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ വിളിക്കുന്ന ആ ഒരു ഇത്, നമ്മളുടെ വീട്ടിൽ നമ്മൾ ഓമന പേരുണ്ടായിരിക്കും, പല ആൾക്കാർക്കും പെറ്റ് നെയിം ഉണ്ടായി, അതിൽ വിളിക്കുമ്പോൾ എത്ര ഒരു സുഖമാണ് കേൾക്കാനില്ലേ. അതേപോലെ ഇതെല്ലാം പെറ്റ് നെയിംസ് ആണ് ഭഗവാന്റെ ശരിക്കുള്ള പേര് കൃഷ്ണ. പക്ഷെ ഒരുപാട് പേരിൽ ഗോപാൽ, ഗോവിന്ദൻ, ഇതെല്ലാം പല ഡിവോട്ടീസിൻ്റെയും പല ലീലകളുടെയും അടിസ്ഥാനത്തിൽ ഭഗവാന് കിട്ടിയിട്ടുള്ള പേരാണ്. അപ്പൊ അങ്ങനെ ഈ പേരുകളിൽ വിളിക്കുമ്പോൾ ഭഗവാൻ ഭയങ്കര സന്തോഷമാണ്, അതാണ് പറയുന്നത്. അപ്പോൾ one should receive the Lord's authorized names from the spiritual master in discipline session. അതായത് പരമ്പരാഗതമായിട്ട് വരുന്ന ആ ഡിസിപ്ലിൻ സക്സഷൻ വരുന്ന നമ്മളുടെ ഗുരുജനങ്ങളിൽ നമുക്ക് ഈ പേരുകളെല്ലാം ലഭിക്കണം. നമ്മൾ എന്തെങ്കിലും പേരുണ്ടാക്കല്ലേ, ഒരു സിനിമ സോങ് ഉണ്ടാക്കി അവരെന്തെങ്കിലും പേര് ഇടും ഭഗവാന്, അത് ഫേമസ് ആവും ചെയ്യും ചിലപ്പോൾ അല്ലേ, നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ. പക്ഷെ അതിന് പൊട്ടൻസി ഉണ്ടാവില്ല, പൊട്ടൻ്റ് ആയിരിക്കില്ല ആ പേരുകൾ. ശുദ്ധഭക്തന്മാര് വിളിക്കുന്ന പേരിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പേരുകൾക്ക്, അതായത് ഭൗതിക തലത്തില് ഒരു കമേഴ്സ്യലായിട്ട് നമ്മൾ ഭഗവാന് കൊടുക്കുന്ന പേരിന് പൊട്ടൻസി ഉണ്ടായിരിക്കില്ല.
compared to this Mukhyana. So the Shastras recommend which names we should chant. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏത് പേരുകളാണ് നമ്മൾ ഉച്ചരിക്കേണ്ടതെന്നുള്ളത് ചാന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ കലി സന്തരണ ഉപനിഷത്ത് റെക്കമെൻഡ്സ് ദ ഹരേ കൃഷ്ണ മഹാമന്ത്ര, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓൾറെഡി നമ്മുടെ ഉപനിഷത്തുകളിലും നമ്മുടെ പുരാണങ്ങളിലും മറ്റു വേദഗ്രന്ഥങ്ങളിലും പേരുകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ കലികാലത്തിലാണ് ജീവിക്കുന്നത്. കലികാലത്തിൽ ജീവിക്കുന്ന നമുക്ക് മുക്തിക്ക് വേണ്ടിയിട്ട് ഈ ഭാവസാഗരം കരകയറാൻ വേണ്ടിയിട്ടുള്ള ആ ഔഷധം വളരെ ക്ലിയർ ആയിട്ട് കലിസന്തരണ ഉപനിഷത്തിൽ കലിസന്തരണ, കലിയുഗത്തിലെ ഇൻഫ്ലുവൻസിനെ തരണം ചെയ്യുക, മറികടക്കുക, സന്തരണ എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള ഉപനിഷത്താണ് കലിസന്തരണ ഉപനിഷത്ത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ആ മരുന്നെന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതിൽ കൃഷ്ണ രാമ ഹരേ ഈ മൂന്ന് വാക്കുകളാണ്. കൃഷ്ണ എന്ന് പറയുന്നതും കൃഷ്ണനാണ്, രാമ എന്ന് പറയുന്നതും കൃഷ്ണനാണ്, ഹരേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അന്തരാംഗ ശക്തിയാണ്. ഈ മൂന്ന് വാക്ക് റിപ്പീറ്റഡ് ആയിരിക്കുകയാണ്. അതിനെ ഒരു ശ്ലോകം പോലെ നമുക്ക് ചാന്റ് ചെയ്യാൻ ഈസി ആവുന്ന വിധത്തില് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് കലിസന്തോപനിഷത്ത്. കൃഷ്ണ പറഞ്ഞാൽ ഓൾ അട്രാക്റ്റീവ്, കൃഷ്ണ ഇതി ആകർഷണതി ഇതി കൃഷ്ണ, അല്ലെ? അതായത് ഓൾ അട്രാക്റ്റീവ്. കാരണം എന്തുകൊണ്ടാണ് ഓൾ അട്രാക്റ്റീവ്? ആ കൃഷ്ണ എന്നുള്ള പേരില് 6 പ്രധാനപ്പെട്ട ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുണ്ട് ആ കൃഷ്ണൻ എന്നുള്ള ഭഗവാനില്. പിന്നെ രാമ എന്ന് പറഞ്ഞാൽ പരശുരാമ, ശ്രീരാമ, ബലരാമ ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പ്രഭാത വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. റിസർവർ ഓഫ് ഓൾ പ്ലഷേഴ്സ്, രമിക്കുന്നത്. രമൺ, രാധാരമൺ. ഇപ്പൊ രാമ എന്ന് പറഞ്ഞാൽ ശ്രീരാമനല്ല, പരശുരാമനല്ല, ബലരാമനല്ല. ഇവിടെ രാമ എന്ന് പറയുന്നത് റിസർവ്, അതിന്റെ സ്റ്റോർ ഹൗസ്, എല്ലാ പ്ലഷേഴ്സിന്റെ റിസർവർ ഓഫ് ഓൾ പ്ലഷേഴ്സ്, അതാണ്. അതും കൃഷ്ണനാണ്. അപ്പോ രാമ ആൻഡ് കൃഷ്ണ രണ്ടും ഒരേ വ്യക്തിയാണ് ഇവിടെ റിഫർ ചെയ്യുന്നത്. ഹരേ എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ അന്തരാംഗ ശക്തി. അപ്പോ ശക്തിമാൻ കൃഷ്ണനാണ്, ശക്തി രാധാറാണിയാണ്. ശക്തി ഇല്ലാണ്ട് ശക്തിമാനും ഇല്ല, ശക്തിമാനം ഇല്ലാണ്ട് ശക്തിയില്ല, അല്ലെ? രണ്ടും വേണം, രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. പക്ഷെ എങ്കിലും സോഴ്സ് എന്താണ്? ശക്തിയാണ്, ശക്തിമാനാണ്. ആ ശക്തിമാന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ശക്തി. അപ്പൊ ശക്തിമാൻ എന്ന് പറയണമെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ശക്തി ഉണ്ടായിരിക്കണം. അതാണ് രാധാറാണി. അപ്പൊ ആ രാധാറാണി പ്ലീസ് ചെയ്തിട്ടാണ് നമ്മൾ ഭഗവാനിലേക്ക് പോകുന്നത്. ഓക്കെ, അല്ലാതെ ശക്തിയുണ്ട് ശക്തിമാനില്ല എന്ന് പറഞ്ഞാൽ അതും ഇൻകംപ്ലീറ്റ് ആണ്. ശക്തി എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻസിയാണ്, അല്ലെ? ഒരു സ്ട്രെങ്ത് ആണ്. അപ്പൊ അതിനൊരു സോഴ്സ് ഉണ്ടായിരിക്കണം. ആ സോഴ്സാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ശക്തിമാൻ കൂടിയതാണ് രാധാകൃഷ്ണ. അപ്പൊ ആ രാധാകൃഷ്ണനെ നമ്മുടെ ഈ സ്ക്രിപ്ചറിൽ കലിസന്തരണ ഉപനിഷത്തിൽ പറയാണ്. പ്രഭാത മറ്റുള്ള ആചാര്യന്മാരും നമ്മളോട് പറയുന്നു, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞാൽ, ഓ ഡിവൈൻ കപ്പിൾ രാധാകൃഷ്ണ, പ്ലീസ് എൻഗേജ് മീ ഇൻ യുവർ ലവിങ് ഡിവോഷൻ സർവീസ്. അപ്പോൾ രാധാകൃഷ്ണന്മാരോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്, എന്നെ അങ്ങയുടെ ഭക്തിയുത സേവനത്തിന് നിയുക്തമാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഡിഫറെന്റ് വ്യാഖ്യാനങ്ങളുടെ ഡെഫിനേഷൻസ് ഉണ്ട്. ആസ് എ പ്രാക്ടീസിങ് ഡിവോട്ടി നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ഡിഫറെന്റ് വ്യാഖ്യാനങ്ങളുണ്ട് ഇതിന്, പക്ഷെ ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ, ദിസ് ദ ബേസിക് that we should know. We don't have to search for some name or manufacture one. നമ്മള് ഭഗവാന്റെ ഒരുപാട് ഉണ്ട്, അതൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെ പുതുതായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. Rather we must follow strict the saintly persons and shastras in chanting the whole Lord's holy names.
as Srila Prabhupada recommends in Srimad Bhagavatam 8.1.13 purport. അപ്പൊ ഇതാണ് Srila Prabhupada ശ്രീമദ് ഭാഗവതത്തിലെ ഈ പെർട്ടിക്കുലർ വേഴ്സിലും റെക്കമെൻഡ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? 8.1.13 പറയുന്ന സ വിശ്വാഖായ പുരുഹൂത ഈശാ സത്യസ്വയം ജ്യോതിരജ പുരാണ ദത്തേസ്യ ജന്മാദി അജയാത്മശക്തിയ താം വിദ്യയോധസ്യ നിരീഹ ആസ്തേ എന്നാണ്. The entire cosmic manifestation is the body of the Supreme Personality of Godhead, the Absolute. ഈ പ്രപഞ്ചം മുഴുവനെ ഭഗവാന്റെ വിരാട് രൂപമാണ് അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രപഞ്ചം മുഴുവനെ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ വിരാട് രൂപമാണ്. Who has millions of names and unlimited potencies. ഒരുപാട് പേരുകളുണ്ട്. പൊട്ടൻസി അൺലിമിറ്റഡ്. പൊട്ടൻസി അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അത് ഈ പൊട്ടൻസി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും എണ്ണി തരാൻ പറ്റില്ല. ഈ സെൽഫ് എഫിൾജന്റ്. ഇപ്പോ ഭഗവാന്റെ എഫിൾജൻസ്, ബോഡ്ലി എഫിൾജൻസ് ആണ് നമുക്ക് കിട്ടുന്ന ലൈറ്റ് മുഴുവനെ. ഈ ആധ്യാത്മിക ലോകം മുഴുവനെ പ്രകാശിക്കപ്പെടുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ആ ദിവ്യജ്യോതി കാരണമാണ്. അദ്ദേഹത്തിന് സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമില്ല ജ്യോതിക്ക്. അൺബോൺ, അജനാണ്, ഒരിക്കലും ജനിച്ചിട്ടില്ല. സർവകാരണം അല്ലേ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരൻ. ഈസ് അൺബോൺ ആൻഡ് ചേഞ്ച്ലെസ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് ചേഞ്ച് നടന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ? കൗമാരം, യവനം, ജര. ദേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം, യവനം, ജര. കൗമാരത്തിൽ നിന്ന് യവനത്തിലേക്കും യവനത്തിലേക്ക് വൃദ്ധാവസ്ഥയിലേക്കും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പുതിയ ശരീരം എടുക്കുന്നു, വീണ്ടും കൗമാരം, വീണ്ടും യവനം, വീണ്ടും ജര. അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാന് ചേഞ്ച് ഉണ്ടോ? ഭഗവാനൊരു ചേഞ്ചും ഇല്ല. എപ്പോഴും എന്താണ്? യവനാവസ്ഥയിലാണ്. 15, 16 ആ വയസ്സിന്റെ അവസ്ഥയാണ് എപ്പോഴും ഭഗവാൻ. ലീലകൾക്ക് ചെറിയ കുട്ടിയൊക്കെയും അതൊക്കെ വേറെ കാര്യം. പക്ഷെ എറ്റേണൽ ഫോം എന്ന് പറഞ്ഞാൽ ത്രിഭംഗ ലളിത ശ്യാമസുന്ദര ഫോം, അതാണ് എറ്റേണൽ ഫോം. സോ അൺബോൺ ആൻഡ് ചേഞ്ച്ലെസ് ഈസ് ദ ബിഗിനിങ് ഓഫ് എവറിത്തിങ്. ഓക്കെ, അതായത് ആദി. അദ്ദേഹത്തിന് ബിഗിനിങ് ഇല്ല, അതുകൊണ്ടാണ് അനാദി എന്ന് പറയുന്നത്. ഈസ് ആദി, അനാദി. ആദി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ, അനാദി പറഞ്ഞാൽ ബിഗിനിങ് ലെസ്. അദ്ദേഹത്തിന് ബിഗിനിങ് ഇല്ല. ഈസ് ആദി, ബിഗിനിങ് ഓഫ് എവറിത്തിങ്, ഒറിജിനൽ. ബട്ട് ഹി ഹാസ് നോ ബിഗിനിങ്. അതുകൊണ്ടാണ് അനാദി പറയുന്നത്. കൺഫ്യൂഷൻ ആണല്ലേ? നമുക്ക് കൺഫ്യൂഷൻ ആവും. ബിഗിനിങ് ആണെന്ന് പറയുന്നു, ബിഗിനിങ് ഇല്ല എന്ന് പറയുന്നു, ആദി പറയുന്നു, അനാദി എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ഇൻകൺസീവബിൾ എന്ന് പറയുന്നത് ഭഗവാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആദി പറഞ്ഞ തുടക്കം, പിന്നെ അതേ സമയത്ത് പറയുന്നു ബിഗിനിങ് ലെസ് ആണെന്ന് പറയുന്നു. അപ്പൊ എങ്ങനെ മനസ്സിലാക്കും? ഇതാണ് എല്ലാറ്റിനും ഭഗവാൻ കാരണക്കാരന്, സർവ്വകാരണക്കാരൻ. പക്ഷെ ആ ഭഗവാന് കാരണമില്ല എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് വളരെ നന്നായിട്ടാണ് ആ ശ്ലോകം കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ബിഗിനിങ് ലെസ്, ആദിർ ഒറിജിൻ. ആ ഒറിജിന് വേറൊരു ഒറിജിൻ ഇല്ല. അതിന്റെ പിന്നിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് അച്ഛനുണ്ട്, അച്ഛനുണ്ട്, അച്ഛനുണ്ട്. അങ്ങനെ പോയിട്ട് അവസാനം എവിടെ എത്തും? ഭഗവാൻ കൃഷ്ണനിലെത്തും അല്ലെ? ഭഗവാൻ കൃഷ്ണന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നിലേക്കില്ല. അതാണ് ബ്രഹ്മാവ് പറയുന്നത്. സോ ഹീസ് അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണം. എല്ലാ കാരണത്തിനും കാരണമില്ല, ആ ഭഗവാന് കാരണമില്ല എന്ന് പറയുന്നത്. So he has no beginning because he has created this cosmic manifestation by his external energy. അപ്പൊ ഈ പ്രപഞ്ചം വരുന്നതിന് മുമ്പ് ഭഗവാനുണ്ട്. ഈ പ്രപഞ്ചം വരുന്നതിന് മുമ്പേ ഭഗവാനുണ്ട്. ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി അതും ബിഗിനിങ് ലെസ് ആണ്. മാനിഫെസ്റ്റേഷൻ അൺമാനിഫെസ്റ്റേഷൻ വന്നും പോയിക്കൊണ്ടേയിരിക്കുന്നു. എപ്പൊ തുടങ്ങി, എവിടെ തുടങ്ങിയൊന്നും നമുക്കറിയില്ല. ആ ക്രിയേഷന്റെ, ആ പ്രപഞ്ചത്തിന്റെയും കാരണക്കാരൻ ഭഗവാനാണ്. അദ്ദേഹത്തിന്റെ ബഹിരാംഗ ശക്തി മുഖേനയാണ് ഇതെല്ലാം നടക്കുന്നത്.
The universe appears to be created, maintained and annihilated by him. അപ്പോ ഈ പ്രപഞ്ചം appears to be created, സൃഷ്ടിക്കപ്പെട്ടു, അത് പാലിക്കപ്പെടുന്നു, അത് നശിക്കപ്പെടും. Nonetheless, he remains inactive in his spiritual energy and is untouched by the activities of material. എങ്കിൽ കൂടെ അദ്ദേഹം ഈ ഭൗതിക ലോകത്തിലെ ഒരാളല്ല. He is totally aloof. He is totally aloof എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലെ ഒരു ഗുണങ്ങളിലും അദ്ദേഹത്തിന് ബാധകമല്ല. അദ്ദേഹം ആത്മീയ ലോകത്തിലെ സ്പിരിച്വൽ എനർജി, സച്ചിദാനന്ദമായിട്ടുള്ള ആ എനർജിയിലാണ് നിൽക്കുന്നത്. ഭൗതികമായിട്ടുള്ള ഒന്നും അദ്ദേഹത്തിനെ ടച്ച് ചെയ്യുന്നില്ല. So in his spiritual energy and is untouched by the activities of material. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ശരി, ഈവൻ ഭഗവാൻ അതിന്റെ കാരണക്കാരനായ അദ്ദേഹത്തിന്റെ മായശക്തിയാണ്, ബഹിരാംഗ ശക്തിയാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും കൂടിയിട്ട് അദ്ദേഹത്തിന് ഇതിൽ യാതൊരു റോളും ഇല്ല. ഈസ് ടോട്ടലി എലോ ഫ്രം ദാറ്റ് എന്നാണ് ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു says in his ശിക്ഷാശക, നാം നാം അകാരി ബഹുദാ നിജ സർവശക്തി. അല്ലെ, നാം നാം അകാരി ബഹുദാ നിജ സർവശക്തി. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലെ എല്ലാ ശക്തിയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. The Supreme Personality of Godhead has many names which are all non-different from the Supreme Person. This is spiritual existence. By chanting the Hare Krishna Mahamantra consisting of names of the Supreme Lord, we find that the name has all the potencies of the person. Appo Nama Nami തമ്മിൽ യാതൊരു അന്തരവുമില്ല. കലികാലെ നാമരൂപേ കൃഷ്ണ അവതാര. അപ്പൊ ആ നാമത്തിനും ഹരിനാമത്തിനും ഭഗവാൻ കൃഷ്ണനും തമ്മിൽ യാതൊരു അന്തരമില്ല. ദേ ആർ ഐഡന്റിക്കൽ. നമ്മളുടെ പേരും നമ്മളും ഐഡന്റിക്കൽ ആണോ? അപ്പൊ എൻ്റെ പേര് സിദ്ധ ഗൗരാംഗ് ദാസ്. സിദ്ധ ഗൗരാംഗ് ദാസ് എന്നുള്ള പേരും സിദ്ധ ഗൗരാംഗ് ദാസ് എന്നുള്ള പേഴ്സണും ഐഡന്റിക്കൽ ആണോ? അല്ല. അല്ല, വ്യത്യാസമുണ്ട് അല്ലേ? പക്ഷെ ഭഗവാൻ കൃഷ്ണൻ എന്നുള്ള പേരും ഭഗവാൻ കൃഷ്ണനും ഐഡന്റിക്കൽ ആണ്, വ്യത്യാസമില്ല. അതാണ് ഇവിടെ ആധ്യാത്മിക തരത്തിലുള്ള ആ പേരും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, ഇപ്പോ നിങ്ങളുടെ ആരെങ്കിലും മക്കള് അമേരിക്കയിലുണ്ട്, ഓക്കെ, മകൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരാണ്. ഓക്കെ, ആ ഫോട്ടോയിലിരിക്കുന്ന ആള് മകൻ തന്നെയാണ്. പക്ഷേ ആ ഫോട്ടോയിലിരിക്കുന്ന ആളും മകനും വ്യത്യാസമുണ്ടോ? പേഴ്സൺ ആയിട്ടുള്ള ആ മകനും. നിങ്ങൾക്ക് ആ മകന്റെ ഫോട്ടോ കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമായോ? മകൻ പേഴ്സണായിട്ട് വന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ. ഫോട്ടോ ഒരു പ്രാവശ്യമൊക്കെ നോക്കും, 2 പ്രാവശ്യം നോക്കും. പക്ഷെ മകൻ പേഴ്സണലായിട്ട് നമ്മൾ വന്നിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ലവിങ്, സ്വീറ്റ് ലവിങ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അവരുടെ ഫോട്ടോ നമ്മൾ എത്ര കാലം കണ്ടിട്ടാകും, അല്ലെങ്കിൽ ഈവൻ വീഡിയോ കോളിൽ വന്നാലും നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കില്ല. പക്ഷെ നേരെ മറിച്ച് അങ്ങനെയല്ല. ഭഗവാന്റെ പേരും ഭഗവാനും ഭഗവാന്റെ അർച്ചവിഗ്രഹവും ഭഗവാന്റെ പാരഫാനലിയും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസം. അജാമിളൻ ഭഗവാന്റെ പേര് വിളിച്ചു, നാരായണ നാരായണ നാരായണ. ഭഗവാന്റെ പേരല്ല, തന്റെ മകന്റെ പേരാ വിളിച്ചത്. പക്ഷെ ആ നാരായണൻ എന്നുള്ള പേരും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഉടനെ വിഷ്ണുദൂതനെ അയച്ചു ഇവിടെ. അല്ലെ, അതാണ് പേരും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. നേരെ മറിച്ച് എനിക്ക് വെള്ളം ദാഹമുണ്ട്, ഭയങ്കര ദാഹമാണ്. ഞാൻ വെള്ളം 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 എന്ന് 100 പ്രാവശ്യം പറഞ്ഞാലും എന്റെ ദാഹം തീരുമോ? തീരില്ല. കാരണം വെള്ളം എന്നുള്ള വാക്കും വെള്ളം എന്നുള്ള സബ്സ്റ്റൻസും ഡിഫറെന്റ് ആണ്, ഐഡന്റിക്കൽ അല്ല. നമ്മൾ ഭഗവാന്റെ നാമം ചെല്ലുമ്പോൾ, സിൻസിയർ ആയിട്ട് ചെല്ലുമ്പോൾ, നമ്മളുടെ നാവിന്റെ തുമ്പത്ത് ഭഗവാൻ നൃത്തം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നാമം വിളിച്ചപ്പോ ദ്രൗപദി മാതാവിന് സാരിയായിട്ട് അവിടെ വന്ന് ഭഗവാൻ രക്ഷിച്ചു അല്ലേ? അപ്പൊ എന്റെ മകന്റെ പേര് ഞാൻ വിളിച്ചാൽ, എത്ര വിളിച്ചാലും ദുബായിൽ നിന്ന് അവൻ ഇവിടെ എത്തില്ല. ഭഗവാൻ വൈകുണ്ഠത്തിലിരിക്കുന്ന ആ ഭഗവാൻ ഗജേന്ദ്രൻ
ആ താമരപ്പൂ അർപ്പിച്ച് സ്തുതി പാടിയപ്പോ ഉടനെ എത്തി അവിടെ ഗരുഡ വാഹനത്തിന് മീതെ. അപ്പൊ ഇതൊന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭഗവാനും ഭഗവാന്റെ നാമവും ഭഗവാന്റെ പാരമ്പര്യയും യാതൊരു അന്തരവുമില്ല. മെറ്റീരിയൽ വേൾഡില് നമ്മളുടെ പേരും അതായത് ആ സബ്സ്റ്റൻസും അത് വ്യത്യാസമായി ഐഡന്റിക്കൽ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. So he has many names. He appeared as the son of Mother Yashoda and also as the son of Mother Devaki. And therefore he is named Devaki Nandana and Yashoda Nandana. ഇതാണ് നമ്മുടെ പർപ്പോട്ടിലും കൊടുത്തിരിക്കുന്നത് അല്ലേ? സെയിം പർപ്പോട്ടാണ്. സെയിം പർപ്പോട്ടാണ് അവിടെ. ദേവകി നന്ദന ഇതായി തന്നെ സെയിം പർപ്പോട്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. Okay, so although the material and spiritual energies both belong to the Lord, it's impossible to understand as long as we are in the material energy. അപ്പൊ നമ്മള് ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബഹിരാംഗ ശക്തിയിൽ നിന്ന് അന്തരാംഗ ശക്തിയിലേക്ക് എത്തണം. ബഹിരാംഗ ശക്തിയിൽ ഇരുന്നിട്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അത് എന്തുപോലെ ആയിരിക്കും? ഇപ്പൊ നമ്മൾ ചിലപ്പോ ഫോർ എക്സാമ്പിൾ ഈ ടേബിള്, ഞാൻ ഈ ലാപ്ടോപ്പ് വെച്ചിരിക്കുന്ന ടേബിള് അളക്കാൻ ചിലപ്പോൾ ഈ വിരൽ ഉപയോഗിക്കാം. ഓക്കെ, ഈ വിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാം. ഓക്കെ, ഇങ്ങനെ 6 വിരലാണ് ഈ ടേബിളിന്റെ നീളം അല്ലെങ്കിൽ വീതി. ഈ വിരൽ വെച്ചിട്ട് നമുക്ക് സമുദ്രം അളക്കാൻ പറ്റും? സമുദ്രത്തിന്റെ ബ്രെഡ്ത്തും വിഡ്ത്തും ഈ വിരൽ വെച്ച് നമുക്ക് അളക്കാൻ പറ്റും? അതേപോലെയാണ് നമ്മുടെ ഭഗവാനെ അളക്കുന്നത്. ഭഗവാന്റെ എനർജിയെ നമ്മൾ മെഷർ ചെയ്യുന്നത് അതേപോലെ. ഇമ്പോസിബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആസ് ലോങ് ആസ് വി ആർ ഇൻ ദ മെറ്റീരിയൽ എനർജി. അപ്പൊ നമ്മുടെ എത്രത്തോളം കാലം ഈ ഭൗതിക ലോകത്തിന്റെ ഭൗതിക ശക്തിയുടെ കീഴിലാണെങ്കിൽ നമുക്ക് ഭഗവാനെ അളക്കാൻ പറ്റില്ല. അന്തരാംഗ ശക്തിയിലേക്ക് വന്നാൽ മാത്രമേ. എന്താ പറഞ്ഞ? സത്യഭാമ സ്വർണം കൊണ്ട് ഭഗവാനെ തൂക്കാൻ നോക്കി. ഓക്കെ, ചെയ്യാൻ നോക്കി. അതേപോലെ അപ്പൊ നമ്മള് ഭഗവാന്റെ ആ അന്തരാംഗ ശക്തിയിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനുള്ള അത്രത്തോളം ഭഗവാൻ റിവീൽ ചെയ്യുന്നത്. നമുക്ക് വെളിപാട് വരുന്നു അല്ലേ? മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതമാശില്ല ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ബോധാദ്യം അവ്യം. മഹാത്മാക്കള്, ശുദ്ധ ഭക്തന്മാര് ദേവീം പ്രകൃതി അവരെ ആശ്രയിക്കുന്ന ആരാണ്? ദേവീം പ്രകൃതി. എന്താണ്? അന്തരാംഗ ശക്തിയാണ് അവരെ ആശ്രയിക്കുന്നത്. അഭക്തന്മാര് ബഹിരാംഗ ശക്തി. ഈ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ അന്തരാംഗ ശക്തിയിൽ വരുമ്പോൾ മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ. ബഹിരാംഗ ശക്തി നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റില്ല. ആൻഡ് വെൻ വി കം ടു ദ സ്പിരിച്വൽ എനർജി ഈസ് വെരി ഈസി ടു നോ. അപ്പൊ നമ്മൾ അന്തരാംഗ ശക്തിയിൽ വരുമ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ഭഗവാനെ എത്രത്തോളം മനസ്സിലാക്കണം അത്രത്തോളം നമുക്ക് മനസ്സിലാക്കി തരും. എല്ലാം മനസ്സിലാക്കി തരാൻ പറ്റില്ല. എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം ഭഗവാൻ നമുക്ക് അറിവ് തരും. ഈസ് വെരി ഈസി ടു നോ ആസ് സ്റ്റേറ്റഡ് ഇൻ ശ്രീമദ് ഭാഗവതം 1.7.23. മായാം യൂതസ്യ ചിത് ശക്ത്യാ കൈവല്യേ സ്ഥിത ആത്മനി. Although the external energy belongs to the Lord, when one is in the external energy, mama maya durateya. Okay, mama maya durateya. എന്താണ് ശ്ലോകം? ദേവി ഹേശ ഗുണമയി അല്ലേ? ദേവി ഹേശ ഗുണമയി. What is that? Mama maya durateya മാം ഏവൈവേ പ്രപദ്യന്തെ മായാം ഏതാം തരന്തിതെ. This material energy of mine is very difficult to overcome. Those who have surrendered unto me only can cross over it. അതായത് ഈ ഭൗതിക ശക്തി തരണം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. വെരി ഡിഫിക്കൽട്ട്. പക്ഷെ ആരാണോ എനിക്ക് സമർപ്പണ ഭാവത്തോടുകൂടി എന്നെ ശരണാഗതി പ്രാപിച്ചിട്ടില്ല അവർക്ക് വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റും. അതിന് ഉദാഹരണം ഭാഗവതത്തിൽ പറയുന്നുണ്ട്.
അതായത് ഒരു പശുക്കുട്ടിയുടെ കുളമ്പിന്റെ അടിയിൽ മഴക്കാലത്ത് വരുന്ന ശേഖരിക്കപ്പെടുന്ന വെള്ളം എത്രയാണോ അത്രയായിട്ട് മാറും വലിയൊരു സാഗരം. നമുക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകൊണ്ട് ഒരു സാഗരം മറികടക്കണമെങ്കിൽ അത്രയും ഒരു ഈസി ആയിട്ട് നമുക്ക് തോന്നും ഈ ഭവസാഗരം കിടക്കാൻ, ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ. Okay, Mamamaya Durataya. He is very difficult to understand. However, when one comes to the spiritual energy, one can understand him. Therefore, Bhagavad Gita 18.55, it is said, Bhaktyamam abhijanadi yavan yas chasmi tattvadaha. അതായത് ഭക്തിയാമാം അഭിജാനതി, ഭക്തന്മാർക്ക് മാത്രം ഭക്തി കൊണ്ട് മാത്രമാണ് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. One who wants to understand the supreme personality of Godhead in reality must take to the platform of bhakti, devotion, service or Krishna consciousness. ഭക്തി ഇല്ലാണ്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളുടെ ലോജിക്ക്, നമ്മളുടെ ടൈനി ബ്രെയിൻ, നമ്മളുടെ ഇന്റലിജൻസ് കൊണ്ടിട്ട് ഭഗവാനെ നമ്മൾ അളക്കാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിരല് കൊണ്ട് നമ്മുടെ സമുദ്രം അളക്കുന്ന പോലെ ആയിരിക്കും. So this bhakti consists of various activities. Shravanam, Kirtanam, Vishnu Smaranam, Padasevanam, Archanam, Vandanam, Dasyam, Sakyam, Atmanivedanam. ഇത് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നതാണ്, എൻ്റെ സഹപാഠികളോട് പറയുന്നതാണ്. കൗമാരത്തിലെ നമ്മൾ ചെയ്യണം. അപ്പൊ ഈ നവവിധ ഭക്തി പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ആൻഡ് അച്ഛൻ ചോദിക്കുന്നതിന് എന്താണ് പഠിച്ചത്, അപ്പൊ ഇത് പറയുന്നുണ്ട്. ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലോർഡ് വൺ മസ്റ്റ് ടേക്ക് ടു ഹിസ് പാത്ത് ഓഫ് ഡിവോഷണൽ സർവീസ്. Even though the people of the world have forgotten God and may say that God is dead, this is not fact. This is not a fact. One can understand God when one takes to the Krishna consciousness movement, and thus one can be happy. അപ്പോൾ ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഭക്തനാകണം. അതായത് കൃഷ്ണാവബോധത്തിൽ നമ്മൾ ജീവിക്കണം. അപ്പോൾ മാത്രമാണ് ഭഗവാന്റെ കൃപ കൊണ്ട് എന്ത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഭഗവാൻ അറിയാം. എത്രത്തോളം ഈ ഭക്തന് അറിവ് കൊടുക്കണം അത്രത്തോളം അറിവ് ഭഗവാൻ പകർന്നു കൊടുക്കും. തേനെ ബ്രഹ്മ ഹൃദയാദി കവയെ മുഹ്യന്തി സൂരയ. ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് വേണ്ടുന്ന ജ്ഞാനം ഈ അതായത് എന്താണ് സൃഷ്ടി ചെയ്യാനുള്ളത്, വിസർഗം, സെക്കൻഡറി ക്രിയേഷൻ ചെയ്യാനുള്ള ആ ജ്ഞാനം ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്തു. അതേപോലെ നമുക്കും ഭക്തനായി തീർന്നാൽ നമുക്ക് എന്ത് അറിവാണ് ആവശ്യം അത് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഈ പുസ്തകം ഇരുന്ന് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രഹ്മാവ് എല്ലാ ഗ്രന്ഥങ്ങളും കൊടുന്ന ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ടല്ല സൃഷ്ടി ഉണ്ടാക്കിയത്. ഭഗവാൻ സ്ട്രേറ്റ് അവേ 4 ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ 4 ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിനെ എക്സ്പാൻഡ് ചെയ്തു. ഭഗവാന്റെ കൃപ കൊണ്ട്, സ്വന്തം കഴിവല്ല, ഭഗവാൻ കൊടുത്ത ബുദ്ധി, ഭഗവാൻ കൊടുത്ത കഴിവ് കൊണ്ട് ബ്രഹ്മാവ് അതിനെ എക്സ്പാൻഡ് ചെയ്തു. ആദ്യം യജുർവേദം ഉണ്ടായിരുന്നു, പിന്നെ 4 വേദങ്ങളാക്കി വ്യാസദേവൻ അല്ലെ. പിന്നെ അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്തു. ഉപനിഷത്തുകള്, പുരാണങ്ങള്, ആരണ്യങ്ങള്, ബ്രാഹ്മണാസ്, സംഹിതാസ്, ഇതിഹാസാസ്, ഒരുപാട്. നമ്മളുടെ ഇന്നത്തെ കലികാലത്തില് മനുഷ്യർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് വീണ്ടും വ്യാഖ്യാനങ്ങൾ നമ്മളുടെ ആചാര്യന്മാരും നമുക്ക് തന്നു. പ്രഭുപാദർ വലിയൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഭഗവത്ഗീതയും ഭാഗവതം ഓരോ ശ്ലോകങ്ങളും ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലും അത് തർജ്ജമ ചെയ്ത് അതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം തന്ന്, അതിൻ്റെ വിവർത്തനം തന്ന്, അതിൻ്റെ ഭാവാർത്ഥം തന്ന് നമുക്ക് വളരെ ഈസി ആക്കി തന്നിട്ടുണ്ട്. കാരണം അറിയാം, കലിയുഗത്തിലെ ജീവാസ് അവര് അതായത് അപ്പർ ഫ്ലോറിലൊന്നുമില്ല. അപ്പൊ അവർക്ക് അത് ഈസി ആക്കി കൊടുക്കാൻ, അപ്പർ ഫ്ലോർ ബാക്കെൻഡ് ആണെന്ന് ഈസി ആക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആചാര്യന്മാരെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് എസ്പെഷ്യലി പ്രഭുപാദയ്ക്ക് നമ്മൾ 1000 കൈ കൊണ്ട് നന്ദി പറഞ്ഞാലും പോരാ. ആ ഒരു പ്രഭുപാദരെ മേഴ്സി കാരണമാണ് ഇതൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो। अनंत कोटि वैष्णव की जय। श्रील प्रभुपाद की जय। गुरु महाराज की जय। गो प्रेमानंदे। हरि हरि बोल।